ഒരുപാട് നാളിന് ശേഷം നമുക്കിന്ന് കറി വെക്കാനായിട്ട് പുഴഞ്ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞണ്ടിന് ജീവനുണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് ഞാൻ ജോലിക്ക് പോയിട്ടാ. ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം ഞണ്ട് വേഗം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് റോസ്റ്റ് വെക്കാനാണ് പോണത്. അപ്പോൾ ഒരു തക്കാളി, 3 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, 2 സവാള ഇത്രയും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റോസ്റ്റിൻ്റെ പരിപാടി ആരംഭിക്കാം. ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും സംഭവങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാടി വന്നപ്പോൾ 2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായില്ലേ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് സ്പൈസസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, മീറ്റ് മസാല 1 ടീസ്പൂൺ. ഇത്തരം പൊടികളൊക്കെ ചേർത്ത് നമുക്കൊന്ന് പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഞണ്ടിൽ നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്താണ് വേവിച്ചേക്കണം. അതുകൊണ്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന ഞണ്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ആ ചീനച്ചട്ടി കഴുകി കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് വറ്റിച്ചെടുക്കാം. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരില്ല കേട്ടോ.